കേരളം അന്ന് ഭയന്നിരുന്നു. ഇന്നും അതേ ഭയം നിലനിൽക്കുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2001 ജൂലൈ 25 അന്ന് നല്ല മഴയുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ മഴയ്ക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അതുവരെ കാണാത്ത ഒരു നിറത്തിലായിരുന്നു അന്ന് മഴ പെയ്തിരുന്നത്. കേരളം മുഴുവൻ മഴ പെയ്തിരുന്നുവെങ്കിലും ഇടുക്കിയിലും കോട്ടയത്തുമാണ് ആദ്യമായി അത് ശ്രദ്ധിച്ചത്. നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് ചുവന്ന മഴയായിരുന്നില്ല, ചോര മഴയായിരുന്നു. വീട്ടിലേക്ക് അടിച്ചു കയറിയ മഴപ്പാറൽ പോലും ചുവന്ന നിറത്തിലായിരുന്നു. വെളുത്ത ഭിത്തികളെല്ലാം ചുവപ്പ് കലർന്ന ചാരനിറമായി മാറി. റോഡിലൂടെ ഒഴുകിയ വെള്ളമെല്ലാം ചോര ചാലുകളും. വെളുത്ത ഷർട്ടും മുണ്ടും ധരിച്ചവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. മഴത്തുള്ളികൾ വീണ ഷർട്ടിൽ മുഴുവൻ ചുവന്ന പൊട്ടുകളായി മാറി. ആളുകൾ ഭയന്ന് വിറച്ചു. ആളുകളെ സംബന്ധിച്ച് ഇത് ലോകാവസാനത്തിൻ്റെ തുടക്കമായിരുന്നു. വാർത്തയിൽ അത്രത്തോളം ഇടം നേടിയിരുന്നു ഈ ഒരു സംഭവം. എന്നാൽ ചുവപ്പ് നിറം മാത്രമായിരുന്നില്ല ആളുകളെ ഭയപ്പെടുത്തിയത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല ജില്ലകളിലും പല നിറത്തിലുള്ള മഴകളായിരുന്നു. കറുപ്പ്, മഞ്ഞ, പച്ച എന്നിങ്ങനെ പല നിറത്തിലും മഴ പെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. സെപ്റ്റംബർ മാസം വരെ നീണ്ടുനിന്ന മഴയിൽ പലയിടത്തും പലതവണ ചുവന്ന മഴ പെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. ലോകാവസാനമെന്ന് പറഞ്ഞവരെയൊക്കെ കളിയാക്കിയ ഒരു വലിയ ശതമാനം ബുദ്ധി കൂടിയവർ അന്നും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് അറേബ്യൻ മരുഭൂമിയിൽ നിന്നും ഉയർന്നു പൊന്തിയ ചുവന്ന മണ്ണാണ് മഴയായി പെയ്തത് എന്നാണ്. അങ്ങനെ പല നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നടന്നു. അങ്ങനെ പരീക്ഷിക്കപ്പെട്ട സാമ്പിളുകളിൽ കണ്ടെത്തിയത് ചുവന്ന മണ്ണിൻ്റെ അംശമായിരുന്നില്ല, ജീവനുള്ള കോശങ്ങളായിരുന്നു. ആ തിരിച്ചറിവ് കൂടുതൽ ഭയമാണ് ഉണ്ടാക്കിയത്. അന്ന് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 13 വയസ്സാണ് എനിക്ക്. ആ സമയത്ത് പോലും ഇത് ഒരു ലോകാവസാനത്തിൻ്റെ തുടക്കമാണ് എന്നായിരുന്നില്ല എനിക്ക് തോന്നിയത്. ഭൂമിക്ക് പുറത്തും ജീവനുണ്ട് എന്ന പ്രതീക്ഷയായിരുന്നു. അത് മറ്റാരോ നമുക്ക് തരുന്നൊരു സൂചനയായിട്ടാണ് ഞാനന്ന് കണ്ടത്. ഇന്നും അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങളിലും ചിലരെങ്കിലും ഉണ്ടാകും അങ്ങനെ വിശ്വസിക്കുന്നവർ. കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിൽ.